പിണറായിയെ താഴെ ഇറക്കിയിട്ട് മാത്രമേ താൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തൂ എന്ന് ഉള്ളൊരു വാശിയിൽ തന്നെയാണ് കെ സുധാകരൻ. അതിനിടയിൽ അദ്ദേഹത്തിന് പ്രതിസന്ധി തീർക്കുകയാണോ ഈ KPCC നേതൃമാറ്റം എന്ന പുതുതായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ചർച്ച? ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമാണ് ഉയർന്നു കേൾക്കുന്ന പേരുകൾ. അതായത് കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള ധീരനായ നേതാവ് എന്നുള്ള നിലയിലാണ് കേരളം അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്. ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കണ്ണൂരിൽ അത് തെളിയിച്ചിട്ടുണ്ട്. കണ്ണൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് പിണറായി വിജയനെ മുട്ടുകുത്തിച്ചിട്ടാണ് അദ്ദേഹം മുന്നേറി വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടും അതിനൊക്കെ ധീരതയോടെ നേരിട്ട ഒരാളാണ് അദ്ദേഹം. ആ ധീരമായി നേരിട്ടപ്പോൾ പിണറായി വിജയനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് പരട്ട ചങ്കൻ എന്നാണ്. അതിന് കാരണം അദ്ദേഹം പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ RSSകാരുടെ ഇടയിലൂടെ പോയി എന്ന് പറയുന്ന ഒരു കെട്ടുകഥ സ്വയം സൃഷ്ടിക്കുകയുണ്ടായി. ഇന്ദ്രനും ചന്ദ്രനും തടുക്കാൻ ശ്രമിച്ചാലും തന്നെ തടുക്കാൻ പറ്റില്ല എന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ളത്. അതിനെയൊക്കെ തന്നെ പച്ചയായി പറഞ്ഞാൽ കള്ളം പറയുന്ന തട്ടിപ്പുകാരൻ എന്നാണ് പിണറായി വിജയനെ കൃത്യമായി പറഞ്ഞുള്ളത്. മാത്രമല്ല കോരൻ്റെ മകൻ പിണറായി വിജയൻ എങ്ങനെ പിണറായി ആയി എന്നുള്ള കാര്യം അദ്ദേഹം വിവരിക്കേണ്ടായി. അതായത് ആളുകളെ കൊന്നും കൊലവിളിച്ചും അങ്ങനെ വളർന്ന ഒരാളാണ് പിണറായി. പിണറായി യഥാർത്ഥത്തിൽ ഭീരുവാണ് എന്നാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. സുധാകരന്റെ കത്തിപ്പടർന്ന പ്രസംഗങ്ങളാണ് കണ്ണൂരിലും മലബാർ മേഖലയിലും കോൺഗ്രസിനെ ശക്തമായി ഈ CPM-നോട് ഏറ്റുമുട്ടാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കെ സുധാകരൻ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടിയിട്ടാണ് കോൺഗ്രസിന് എന്തിനെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. അത് ഒരു കാലഘട്ടം. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാറുണ്ട്. അദ്ദേഹം പലപ്പോഴും ആ ആരോഗ്യ പ്രശ്നത്തിന് അടിമയായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹവുമായി ഞാൻ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനും വേണ്ടി സത്യസന്ധമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തുള്ള ഒരാളാണ്. ഇനിയും എൻ്റെ കയ്യിലുണ്ട്. കാരണം അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കുടുക്കി അദ്ദേഹത്തിൻ്റെ ഭാവി തകർക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു. പിണറായി വിജയൻ പലതവണ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കെ സുധാകരൻ. മുമ്പ് ജനതാദളിൽ നിന്ന് ആയിരുന്നു അദ്ദേഹം. അവിടെ മൊറാർജി ദേശായിയുടെ പാർട്ടിയിൽ നിന്ന് വന്ന് അങ്ങനെയാണ് കോൺഗ്രസിൽ എത്തുന്നത്. ആ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവാണ് കെ സുധാകരൻ. പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള ആളാണ് കെ സുധാകരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ അടിക്കടി ഇടിക്കടി അതേപോലെ ഒരു ശക്തനായ കാഴ്ചപ്പാട് വേണം, പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. അത് കൃത്യമായിട്ട് കെ സുധാകരൻ ഉണ്ടെങ്കിലും ഇന്ന് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളമാണ് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് UDF ആണ്. അത് ലീഗുമായി ചേർന്ന് അതേപോലെ മറ്റു സമാന കക്ഷികളുമായി ചേർന്ന് അതേപോലെ പിണറായി വിജയനെതിരുള്ള ശക്തമായ വികാരമുള്ള വോട്ടുകൾ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഉണ്ടാവണം. അതിന് ഓടി നടക്കാനുള്ള പ്രാപ്തി കെ സുധാകരനുണ്ടോ എന്ന് ചോദിച്ചാൽ കെ സുധാകരൻ പറയുന്നുണ്ട് എന്നാണ്. പക്ഷേ നമുക്ക് അറിയാം അദ്ദേഹത്തിന് പഴയ മാതിരി ഓടി നടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് എത്തിച്ചേർന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊരു നെഗറ്റീവായി കാണാതെ അദ്ദേഹം കൂടെ നിന്നുകൊണ്ട് തന്നെ പ്രാപ്തനായ ശക്തനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ കേരളം അവർക്ക് പിടിച്ചെടുക്കാൻ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയും ജനങ്ങൾ പിണറായി വിജയനെതിരാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ കാര്യങ്ങളെ തുറന്നു കാണിക്കാനും അതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ പച്ചപിടിച്ചു വരുന്നതിനെ ഇല്ലാതാക്കാനും ശക്തമായ മറുഭാഗത്ത് ആള് വേണം. അതിന് ഒരു ക്രിസ്ത്യൻ ആള് തന്നെയാണ് ആവശ്യം. എന്താ വെച്ചാൽ BJP കരുതുന്നത് ക്രിസ്ത്യൻ വോട്ട് മറയ്ക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ട് മറയ്ക്കുന്ന തടയണമെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരാളെ തന്നെ സംസ്ഥാന പ്രസിഡന്റാക്കി കഴിഞ്ഞാൽ അതിന് ഒരു പരിധിവരെ തടയിടാൻ പറ്റും. കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫ് ആകട്ടെ, പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരിക്കലും തോൽവി അറിയാത്ത നമ്മുടെ അവിടുത്തെ MP ആയ നമ്മുടെ ആന്റോ ആന്റണി ആയിക്കോട്ടെ, അതിനൊക്കെ കരുത്തന്മാരായ ആളുകളാണ്. അത് യാതൊരു സംശയമില്ലാത്ത ആൾക്കാരാണ്. അവര് നിരന്തരമായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഏത് സമയത്തും
നിയമസഭയിലടക്കം പരാജയമുണ്ടായപ്പോഴും അവിടെ പത്തനംതിട്ട സുരക്ഷിതമായി നിർത്തി ഓരോ ഘട്ടങ്ങളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ആന്റണിക്ക് തീർച്ചയായും സംഘാടക കഴിവുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ഇതേപോലെ സണ്ണി ജോസഫിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫ് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും കോർത്തിണക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് അറിയില്ല. എന്നാൽ നിയമസഭയിലൊക്കെ അദ്ദേഹം ശക്തമായിട്ട് കോൺഗ്രസിനെ ശക്തമായി നയിക്കാനുള്ള കഴിവ് കാണിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ഫൈറ്റ് ചെയ്യാനുള്ള കഴിവും തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രണ്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റായി വരുന്നത്? BJP ക്രിസ്ത്യൻ വോട്ട് മറയ്ക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് കൊണ്ടാണ്. ആ ക്രിസ്ത്യൻ വോട്ട് മറച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കാരണം. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായതിൽ എനിക്ക് തോന്നുന്നു 10,000-40,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോയിട്ടുണ്ട്. അത് 80,000 വോട്ടായി മാറും. കോൺഗ്രസ് വരുന്നുള്ള ഫൈറ്റിൽ കോൺഗ്രസിന്റെ വോട്ട് 40,000 അങ്ങോട്ട് പോകുമ്പോൾ 40,000 വോട്ട് കുറയാണ്. 100,000-ഓളം വോട്ടിന് ജയിച്ചിരുന്ന സ്ഥലമാണ് തൃശ്ശൂര്. ആ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ട് മറയ്ക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അവിടെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം തേടിയത്. 1,00,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി BJP കഴിഞ്ഞു. അവിടെ നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1,80,000 വോട്ടിന്റെ ഭൂരിപക്ഷം ശരിക്കും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തിന്റെ അടക്കം വോട്ടുകൾ ഭിന്നിച്ചെടുക്കാനും എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ BJP ഇതേപോലെ കഴിയും. അപ്പൊ അത് ഒരു മറുതന്ത്രം എന്നുള്ള രൂപത്തിൽ ഒരു ക്രിസ്ത്യൻ മേഖലയിലുള്ള ഒരാളെ, എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ, എല്ലാ അണികളെയെല്ലാം വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും, കുറച്ച് യങ് ആയ ഒരാളെ കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഉമ്മൻചാണ്ടിയുടെ കീഴിൽ ശിഷ്യനായിട്ടുള്ള ആന്റണി വന്നാൽ അതിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം ശക്തനായ ഒരു പോരാളി തന്നെയാണെന്നാണ് എൻ്റെ അറിവും വിവരവും. എന്തായാലും പിണറായി വിജയനെതിരെ ശക്തമായി പോരാട്ടം നടത്തി, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നിന്നിട്ടുള്ള സുധാകരന്റെ ഇന്നലെ വരെയുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതിന് ശക്തിയാണ്. ഇവിടെ ഇപ്പൊ K മുരളീധരൻ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെയാണ് പറഞ്ഞത്. ഈ പാർട്ടി പ്രവർത്തകർക്ക് ഒരാളുടെ ചിത്രം കാണിച്ചിട്ട് ഇതാണ് അധ്യക്ഷനെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മനസ്സിലാവുന്ന ഒരാളെയാണ് കൊണ്ടുവരേണ്ടത്. അതായത് K മുരളീധരൻ വളരെ കൃത്യമായിട്ടുള്ള ടാർഗറ്റോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ വരെ എല്ലാവരും കൂടെ മികച്ച പ്രസിഡന്റ് ആവാൻ കഴിവുള്ള ആൾ K മുരളീധരനാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ K മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. രമേശ് ചെന്നിത്തല ഒരു കാലഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്നല്ലോ. K മുരളീധരൻ പ്രസിഡന്റ് ആയ സമയത്താണ് കേരളത്തിന്റെ കോൺഗ്രസിന്റെ സുവർണകാലം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം K കരുണാകരൻ മുഖ്യമന്ത്രിയും AK ആന്റണി മുഖ്യമന്ത്രിയും ഇദ്ദേഹം പ്രസിഡന്റും ആയിരിക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക്. പിന്നീട് എന്തായി? ഇദ്ദേഹം മറുകണ്ഠം ചാടി DICന്റെ കൂടെ പോയി, കരുണാകരന്റെ കൂടെ പോയി. അങ്ങനെ അദ്ദേഹം ഇങ്ങോട്ട് ചാടി മന്ത്രിയാവാൻ ശ്രമിച്ചു, ജനങ്ങളെ അങ്ങോട്ട് തോൽപ്പിച്ചു. അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ള ആളാണ്. ചാട്ടുളി പോലെയുള്ള വാക്കുകൾ കൊണ്ട് എതിരാളികളെ അടിച്ചമർത്താൻ കഴിവുള്ള ഒരാളാണ്. ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ കഴിവുള്ള ആളാണ് മുരളീധരൻ. ഇവരാരെക്കാളും എല്ലാ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് K മുരളീധരൻ. ഞാൻ K മുരളീധരനെ തോൽപ്പിക്കുന്നു. അല്ല, അത് നേരത്തെയുള്ള കാലം. പക്ഷെ അത് ശരിക്കും തൃശ്ശൂരിൽ മുരളീധരൻ തോറ്റത് ആരെങ്കിലും തോൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ്, പിന്നെ അവിടെ പാർട്ടി CPM കൃത്യമായ ഓരോ ബൂത്തിൽ നിന്നും വോട്ട് മറച്ചതിന്റെ കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളും പിന്നെ മൊത്തത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായ ഇമേജിന്റെ പുറത്ത് നേടിയെടുത്ത വോട്ടുമാണ് തൃശ്ശൂരിൽ. പിന്നെ അത് മാത്രമല്ല, പൂരം കലക്കിയതിന്റെ വോട്ട് കൂടിയാണ് കൃത്യമായിട്ട് സുരേഷ് ഗോപി കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ സുരേഷ് ഗോപി നിർത്തിക്കോട്ടെ, 8 നിലയിൽ തൃശ്ശൂരിൽ പൊട്ടി. അത്രയും ജനങ്ങൾ വെറുത്തുപോയി സുരേഷ് ഗോപിയെ എന്നുള്ളതാണ് സത്യം. പഴയ സുരേഷ് ഗോപി അല്ല, ഗർവവും അഹങ്കാരവും തലക്കറി നിൽക്കുന്ന ആള്. സുധാകരൻ മാറുമെന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത്രയും നാൾ ഉണ്ടായിരുന്നപ്പോ കോൺഗ്രസിന് സംഭവിച്ച മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ എന്തൊക്കെയായിട്ട് വിലയിരുത്തുന്നത്? നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പരാജയം വന്നു എന്നുള്ള കാര്യം സത്യം. പക്ഷെ അതിനുശേഷം അങ്ങോട്ടുള്ള എല്ലാ ഇലക്ഷനും വൻ വിജയം നേടിയിട്ടുണ്ട്. പുതുപ്പള്ളി ഇലക്ഷനാണ് പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത്, അതേപോലെ തൃക്കാക്കര ഇലക്ഷൻ ഉണ്ടായിരുന്നത്, അതേപോലെ ചേലക്കര ഇലക്ഷനും പാലക്കാട് ഇലക്ഷനും. ആ ഇലക്ഷനിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് തോൽവി ഉണ്ടായത്. അതെവിടെയാണ്? ചേലക്കര 28,000 വോട്ട് CPM നഷ്ടപ്പെട്ടു. അതേ പാലക്കാട് 6 ഇരട്ടി
വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചതിനെക്കാട്ടും. പുതുപ്പള്ളിയിൽ അതേപോലെ 6000 വോട്ടിന് ജയിച്ചത് ഉമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്ത് 37,000 വോട്ടിന്റെ 6 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. എന്തിന് തൃക്കാക്കരയിൽ 25,000 വോട്ടിന് മാറ്റി. മാത്രമല്ല ലോക്സഭാ ഇലക്ഷനിൽ 20 സീറ്റിൽ 18 സീറ്റ്, ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെട്ടു. 18 സീറ്റ് പിടിച്ചെടുക്കാൻ ഇവിടുത്തെ കെ സുധാകരൻ നേതൃത്വത്തിലുള്ള KPCCക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നേട്ടമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തെ അലട്ടുന്നു എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അദ്ദേഹത്തിന് നിരന്തരമായി യാത്ര ചെയ്യാനോ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പല വിഷയങ്ങളിലും പിണറായിക്കെതിരെ ചാട്ടുളി പോലുള്ള പ്രതികരണങ്ങളൊന്നും നടത്താൻ കെ സുധാകരന് സാധിച്ചിട്ടില്ല. കെ സുധാകരൻ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ തന്നെ ആളുകൾ ശ്രദ്ധിച്ചു പോകും അദ്ദേഹം പറയുന്നത് മുഴുവൻ. അത്തരത്തിലുള്ള കഴിവുള്ള ഒരാളാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരാൾക്ക് ശക്തമായിട്ട് പിണറായിക്കെതിരെ ആഞ്ഞടിക്കാൻ എന്തോ കുറച്ചു കാലമായിട്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം വഴിയും നേരിട്ടും അല്ലാതെയും ഞാൻ മനസ്സിലാക്കിയുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് കൊടുക്കല്ല ചെയ്യുന്നത്. അദ്ദേഹത്തെ പാർട്ടിക്ക് മുന്നിൽ തന്നെ നിർത്തിക്കൊണ്ട് പോരാടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നയിക്കാൻ, ഓടിച്ചെല്ലാൻ, എവിടെയും എത്തിപ്പെടാൻ, കൃത്യമായി മറുപടി നൽകാൻ, അതേപോലെ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ഒരു നേതാവ് വരണം. അത് സണ്ണി ജോസഫ് ആയാലും അതേപോലെ ആന്റണി ആയാലും പറ്റുന്ന ഒരാളാണ് എന്നുള്ളതാണ് അവരേതായ തെളിയിച്ചുള്ളത്. ആന്റണി തെളിയിച്ചുള്ളത് എന്താ, അവിടെ നിരന്തരമായിട്ട് അദ്ദേഹം അവിടുന്ന് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ ആ സമയത്തൊക്കെ ക്രിസ്ത്യാനികൾ പോലും പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുന്നുണ്ടായി, ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നത് BJPക്കാണ്, കൃഷ്ണകുമാറിനാണ് എന്ന്. അപ്പോ കോൺഗ്രസിൽ നിന്ന് വഴിമാറിപ്പോയ ക്രിസ്ത്യൻ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ആന്റണിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അത് സാധ്യതയാണ്. പക്ഷെ പാലക്കാട് നിന്നിട്ട് 3900 വോട്ടിന് ജയിച്ചിരുന്ന ഷാഫി പറമ്പലിനെക്കാളും 18,750 വോട്ടിന് UDF വിജയിച്ചില്ലേ. ഏതെങ്കിലും ഒറ്റപ്പെട്ട ക്രിസ്ത്യാനി ഏതെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ ഈ വഖഫ് വിഷയത്തിലേക്ക് വലിയ എതിർപ്പാണ് കോൺഗ്രസിന്റെ നിലപാടുകളോടൊക്കെ. വഖഫ് വിഷയത്തിൽ അവസാനം BJPക്കല്ലേ തിരിച്ചടി കിട്ടിയത്. അവര് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് ബില്ലാക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രശ്നം പരിഹരിച്ചത്? അവരാപ്പാടെ കൊണ്ടുവന്നത് എന്താ, നമുക്ക് മേൽക്കോടതിയിലേക്ക് കേസ് കൊടുക്കാൻ പറ്റും. വഖഫ് ബോർഡിന്റെ അവിടെ മാത്രമല്ല, അതിനെതിരെയുള്ള ഒരു കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോകാൻ പറ്റും എന്നല്ലാതെ എന്താ കൊണ്ടുവന്നത്? വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവരും പറഞ്ഞത്. ഇപ്പോൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ വഖഫ് ബില്ല് അവതരിപ്പിച്ച് ആ ഡേറ്റിന് എല്ലാ പ്രശ്നവും തീരും എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം തീർന്നു. മുനമ്പത്തെ പ്രശ്നം തീർന്നോ? ഇല്ല, ഇനിയും കാലാകാലമായി കിടക്കുകയാണ്. ഒരു മണ്ണാങ്കട്ടിയും ആ ബില്ലുകളുടെ BJP കൊണ്ടുവന്നില്ല. പകരം 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയമായിട്ട് UDF ആണ് ആ കാര്യത്തെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് വഖഫ് ബോർഡാണ് കേസ് കൊടുത്തത്. ആ വഖഫ് ബോർഡ് കേസ് കൊടുത്ത് പിൻവലിച്ചാൽ ആ കേസ് കഴിഞ്ഞില്ലേ. അത് പിണറായി വിജയൻ BJPക്ക് വളരാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തൊരു സംഭവം മാത്രമാണ്. അത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കും. അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ കൈ കിടക്കുന്ന സ്ഥലം വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞ് സമരം നടത്തിക്കാനുള്ള പ്രേരണ കൊടുക്കുകയും അപ്പുറത്ത് BJPയെ കൊണ്ട് മുതലെടുപ്പിക്കുകയും ചെയ്തു എന്നല്ലാതെ എന്താണ് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് മുനമ്പംകാർക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം പറയാമോ? ഒരു നേട്ടം ഉണ്ടായില്ല. അപ്പാടെ കേസ് കൊടുത്തിട്ട് പിന്നെ മോളിൽ കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഹൈക്കോടതിയിലല്ലേ ഈ കേസ്, വഖഫ് ബോർഡ് കോടതിയിലല്ലോ ആരോ കൊണ്ടുവന്നത് ഈ ഗവൺമെന്റ് ആണ്. അപ്പോ ഇതൊക്കെ തന്നെ പിണറായിയും BJPയെ വളർത്താനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത അംബാസിഡർ ആണ് പിണറായി വിജയൻ. കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ നേതാവ് ആരാ വെച്ചാൽ അത് പിണറായി വിജയനാണ്. കേരളത്തിൽ BJPയിലെ ഏറ്റവും വലിയ നേതാവ് പിണറായി വിജയൻ. തൽക്കാലം അദ്ദേഹം ഭരിക്കുന്നവരെ ഇങ്ങനെ നിൽക്കും, കോൺഗ്രസിനെ ഒതുക്കിയാൽ. അത് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തും കണ്ടത്. കമ്മീഷൻ വേദിയിൽ അല്ലെ, കമ്മീഷൻ വേദിയിൽ എല്ലാ മേഖലയിലും കണ്ടിട്ടുള്ളത് അതാണ്. പിണറായി വിജയനും അതേപോലെ നരേന്ദ്രമോദി ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന ഇനാം ബേച്ചിക്ക് മരപ്പെട്ടിക്കൂട്ട് എന്ന് പറയുന്നത് കെ മുരളീധരന്റെ പ്രസ്താവന കറക്റ്റാണ്. അങ്ങനെ ഒരു നേതാവാണ് KPCC പ്രസിഡന്റായി വരേണ്ടത്. ശരിക്കും കെ മുരളീധരൻ അതിനുള്ള കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. അതേ ഇലക്ഷൻ നിൽക്കണ്ട, KPCC പ്രസിഡന്റായി വരട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള നയിക്കാനുള്ള കഴിവുണ്ട്. ഇതേപോലെ അപ്പൊ ആ കെ മുരളീധരൻ ഇങ്ങനെ പ്രസ്താവന പുറപ്പെടുവിക്കുന്നവര് ഞാൻ പ്രസിഡന്റ് ആവില്ല എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റെടുക്കാന്ന് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു ഇക്വേഷൻ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം നോക്കുമ്പോൾ ഇക്വേഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റണിയെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ മറ്റേ
ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. മിക്കവാറും ആന്റോ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. നേരത്തെ നമ്മുടെ ചാലക്കുടി MP ആയ ബെന്നി ബെഹനാൻ വരുമെന്നുള്ളതായിരുന്നു നമ്മൾ കണക്കൂട്ടി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹത്തിന് നയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം കുറെ കാലം നിശബ്ദനാണ്, അധികം കാര്യങ്ങൾ ഇടപെടാറില്ല. പക്ഷെ ആന്റോ ആന്റണി ഇപ്പം പല കാര്യങ്ങളും ഇടപെട്ടുള്ള ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധേയമാണ്. അപ്പം ആന്റോ ആന്റണി വരികയാണെങ്കിൽ തീർച്ചയായും ഗുണകരമാണ് എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായിട്ടും